ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആനിമൽസ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ. അപ്പോൾ ആനിമൽസിനെ കുറച്ച് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഹാബിറ്റാറ്റിൻ്റെ ബേസിലാണ് ആനിമൽസിനെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഹാബിറ്റാറ്റ് എന്തെന്ന് നോക്കാം. The place where an animal lives and grows is called its habitat. അതായത് ഒരു ആനിമൽ എവിടെ ജീവിക്കുകയും വളരുകയും ചെയ്യുന്ന സ്ഥലത്തിനെയാണ് ആ ആനിമലിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആനിമൽസിനെ ഇത്രയും 5 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ടെറസ്ട്രിയൽ ആനിമൽസ്, അക്വാറ്റിക് ആനിമൽസ്, ഹെർബോറിയൽ ആനിമൽസ്, ആംഫീബിയൻസ്, ഏരിയൽ ആനിമൽസ്. ടെറസ്ട്രിയൽ ആനിമൽസ് എന്ന് പറഞ്ഞാൽ ആനിമൽസ് ദാറ്റ് ലീവ് ഓൺ ലാൻഡ് ആർ കോൾഡ് ടെറസ്ട്രിയൽ ആനിമൽസ്. അതായത് കരയിൽ ജീവിക്കുന്ന ആനിമൽസിനെയാണ് ടെറസ്ട്രിയൽ ആനിമൽസ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് അർബോറിയൽ ആനിമൽസ് നോക്കാം. അർബോറിയൽ ആനിമൽസ് that live on trees are called arboreal animals. അതായത് എക്സാമ്പിൾ മങ്കീസും സ്ലോത്സും അർബോറിയൽ ആനിമൽസിൻ്റെ എക്സാമ്പിൾ ആണ്. ആനിമൽസ് മരത്തിൽ ജീവിക്കുന്ന ആനിമൽസിനെയാണ് അർബോറിയൽ ആനിമൽസ് എന്ന് പറയുന്നത്. അക്വാറ്റിക് ആനിമൽസ് that live in water are called aquatic animals. വെള്ളത്തിൽ ജീവിക്കുന്ന ആനിമൽസിനെയാണ് അക്വാറ്റിക് ആനിമൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫിഷ്, ക്രാബ് ആൻഡ് എക്സെട്ര. ഏരിയൽ ആനിമൽസ് that mostly spend their time in air are called aerial animals. അവരുടെ ഭൂരിഭാഗം സമയവും ഏരിയൽ ആനിമൽസ് എന്ന് പറഞ്ഞാൽ ഏരിയൽ ആനിമൽസ് അവരുടെ ഭൂരിഭാഗം സമയവും ആകാശത്ത് എയറിൽ സ്പെൻഡ് ചെയ്യും. അതാണ് ഏരിയൽ ആനിമൽസ്. ആംഫീബിയൻസ് that can live both on land and water are called amphibians. വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ജീവികളെയാണ് ആംഫീബിയൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫ്രോഗ് ആൻഡ് എക്സെട്ര. അതായത് തവളയെ പോലത്തുള്ള ജീവികൾ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റും. ഈ വെള്ളത്തിലാണെങ്കിൽ ഫ്രോഗ് അവരുടെ മോയ്സ്റ്റ് സ്കിന്നിൽ കൂടെ ബ്രീത്ത് ചെയ്യും, കരയിൽ ലങ്സിൽ കൂടെ ബ്രീത്ത് ചെയ്യും. അപ്പോൾ ഈ ഫ്രോഗിനെ പോലുള്ള വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളെയാണ് ആംഫീബിയൻസ് എന്ന് പറയുന്നത്. ഇനി ഫുഡിന്റെ ബേസിസിൽ ആനിമൽസിനെ പിന്നെയും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെർബിവോർസ്, കാർണിവോർസ്, ഒംനിവോർസ്. ഹെർബിവോർസ് എന്ന് പറയുന്നത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുന്ന ജീവികളാണ്. എക്സാമ്പിൾ കൗ, ഗോട്ട് എന്നിവ ഒക്കെ ഹെർബിവോർസ് ആണ്. എളുപ്പത്തിന് ഹെർബിവോർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ചെടികളുണ്ട് അതിനെ ഹെർബ് എന്ന് പറയും. അപ്പം അത് ഓർത്താൽ മതി, ഹെർബിവോർസ്. കാർണിവോർസ് എന്ന് പറഞ്ഞാൽ ഈറ്റ് അതർ ആനിമൽസ് ഫ്ലഷ്. അതായത് വേറെ ആനിമൽസിനെ കഴിക്കുന്ന ജീവികളാണ് കാർണിവോർസ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഓർക്കാനായിട്ട് കാർന്ന് തിന്നുന്ന ജീവികൾ കാർണിവോർസ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഒംനിവോർസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. മനുഷ്യരെ പോലെ ഈറ്റ് ബോത്ത് തിങ്സ്. അതായത് വെജിറ്റബിൾസും കഴിക്കും, ഫ്രൂട്ട്സും കഴിക്കും, അതർ ആനിമൽസിൻ്റെ ഫ്ലഷും എല്ലാം കഴിക്കുന്ന ജീവികളെയാണ് ഒംനിവോർസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് വേണമെങ്കിൽ കുറച്ച് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.